guys, welcome back to our channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ടെലിപ്പതി ക്വസ്റ്റ്യൻ ചാലഞ്ച്. അപ്പോൾ ഗയ്സ് ഞങ്ങളുടെ മുന്നിൽ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ ഇത് നമ്മൾ ചെറിയൊരു ഗെയിം കളിക്കാൻ പോകുന്ന ഒരു ടെലിപ്പതി ക്വസ്റ്റ്യൻ ചാലഞ്ച് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ പൊരുത്തം നോക്കുക അത്ര തന്നെ. ഞങ്ങളുടെ അമ്മ അവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് കളർ എന്ന് ചോദിക്കുമ്പോൾ ഞാനും അത് എഴുതും. എൻ്റെ ഫേവറേറ്റ് കളർ ഞാനും ഈ ബുക്കിൽ എഴുതും. അവള് ഇന്ത്യത് എഴുതണം. ഞാൻ ഗസ് ചെയ്തിട്ട് അതായിരിക്കും ചേച്ചിക്ക് ഇഷ്ടം ഗസ് ചെയ്തിട്ട് ഞാൻ എഴുതും. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെയാണ് എഴുതിയതെന്ന് വെച്ചാൽ കറക്റ്റ് ആവും. ഞാനിപ്പോ തെറ്റിച്ചെന്ന് വിചാരിക്കുക, ഞാൻ വേറെ കളറാണ് അവള് ചേച്ചി എഴുതിയ കളറല്ല എഴുതിയെന്ന് വെച്ചാല് അപ്പം ചോക്ലേറ്റ്സ് അമ്മയ്ക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ എല്ലാ റൗണ്ട്സും കഴിഞ്ഞിട്ട് അവസാനം ഏറ്റവും എല്ലാ ചോക്ലേറ്റ്സും തീരുന്നത് ആരാണോ അവരായിരിക്കും ജയിക്കുന്ന ആൾക്ക് നമ്മൾ ഇപ്പൊ ഞങ്ങൾ പറഞ്ഞതിൽ ഇത്തിരി സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു റൗണ്ട് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ തുടങ്ങിയാലോ? നല്ല വേടുണ്ട് കേട്ടോ ഗൈസ്, ഇതാവും അറിയില്ല. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര്. രണ്ട് പേരുണ്ടെങ്കിൽ ആരുടെ ഒരാളുടെ പേര് എഴുതിയാൽ മതി. എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ഗൈസ്. ഞാൻ ചേച്ചി ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഒക്കെ അയച്ചു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് വെച്ചിട്ട് എഴുതിയാണ്. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് ഗൈസ്, ഇവിടെ ശരിയാക്കാനാണ് ചാൻസ്. നമുക്ക് നോക്കാം. എഴുതിയോ? എന്താ ആൻസർ? 3, 2, 1 സ്റ്റാർട്ട്. വെരി ഗുഡ്. അപ്പൊ അക്കാര്യത്തില് ഓക്കെ, ക്ലിയർ ഉണ്ടല്ല, എന്നാലും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. അനിയത്തിയുടെ ബെസ്റ്റ് ടീച്ചർ. ഇപ്പം 6ലാണ് പഠിക്കുന്നത്. 1st to 6th വരെ പഠിപ്പിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് ടീച്ചർ. എപ്പോഴും പറയാറുണ്ട് എനിക്ക് ഫേവറേറ്റ് ആണ് ടീച്ചർ. ചിലപ്പോൾ ഫസ്റ്റിൽ പഠിപ്പിച്ചതാവാം, സെക്കൻഡിൽ പഠിപ്പിച്ചതാവാം, തേർഡിൽ പഠിപ്പിച്ചതാവാം. എത്രയും പെട്ടെന്ന് എഴുതാം. ഞാൻ എപ്പോഴും പറയാറുണ്ട് ടീച്ചർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഞാനൊരു ഗസ്സിൽ എഴുതിയാണ്, എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല കേട്ടോ. എന്തായാലും നോക്കാം. 3, 2, 1 ജാസ്മിൻ ടീച്ചർ. ഫസ്റ്റ് സ്റ്റാൻഡേർഡത്തെ ടീച്ചറാണ്. ഞാൻ ജസ്റ്റ് ഗസ് എഴുതിയത് ശരി. അപ്പൊ ഒരു റൗണ്ട് കഴിഞ്ഞപ്പോ എനിക്ക് മിഠായി ഒന്നും കിട്ടിയില്ല. ചോക്ലേറ്റ്സ് അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ചേച്ചിയുടെ ഇഷ്ടപ്പെട്ട ഫാസ്റ്റ് ഫുഡ്. നമ്മളങ്ങനെ വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണി, ഫ്രൈഡ് റൈസ് അങ്ങനത്തെ അല്ലാതെ ഫാസ്റ്റ് ഫുഡ് ഓർ ജങ്ക് ഫുഡ് ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. രണ്ടെണ്ണം എഴുതാം. അതിലേതെങ്കിലും ഒന്ന് അനിയത്തി എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് കൊടുക്കാം. പാവല്ലേ? വിശ്വാസമുണ്ട്. കൊറേ ഉണ്ടാക്കണം പറഞ്ഞ് നടക്കുന്നത്. അയ്യോ ശരിയായ മതി, എനിക്ക് മിഠായി. 3, 2, 1 സ്റ്റാർട്ട്. ഫ്രഞ്ച് ഫ്രൈസ് എപ്പോഴും ഇഷ്ടമാണ് പറയാറുണ്ട്. എനിക്ക് മെയിൻ ഫുഡില് ഇതാണ് കേട്ടോ ഇഷ്ടം. ജസ്റ്റ് സൈഡ് ആയിട്ട് കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് കിട്ടി. അപ്പൊ അവക്ക് 4 ചോക്ലേറ്റ്സ് ആണുള്ളത്. എനിക്കിപ്പോഴും എന്റെ 5 ചോക്ലേറ്റ്സ് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാനിതില് അനിയത്തിയുടെ കൂടെ നിൽക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രഞ്ച് ഫ്രൈസ് ഇടയ്ക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായിട്ട് അതൊരു സൈഡ് ഫുഡാണ്. അത് പലർക്കും അറിയാൻ ചാൻസ് ഉണ്ട്. ഇഷ്ടപ്പെട്ട ഫുഡായിരിക്കും, പക്ഷെ അതൊരു സൈഡാണ്. പിസ ബർഗറിന്റെ അടുത്തൊന്നും എത്തത്തില്ല. അടുത്ത ക്വസ്റ്റ്യൻ, 4th ക്വസ്റ്റ്യൻ ആണ്. അനിയത്തി നാട്ടോളെ വീട്ടിൽ വിളിക്കാം. അപ്പോൾ അനിയത്തിക്ക് അമ്മ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്. അമ്മ വീട്ടിലുണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്. അത് ചിലപ്പം കോമ്പിനേഷൻ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റുള്ള ഐറ്റംസ് ആവാം. അങ്ങനെയൊന്നുമില്ല, പറയുമ്പോ പറയില്ല ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ. ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയോ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. യെസ്, മതി കഴിഞ്ഞില്ലേ? രണ്ടുപേര് 2 ഉത്തരാണ് എഴുതിയ ഗൈസ്. അപ്പൊ കടലക്കറി എന്ന് പറയുമ്പോ അവളെപ്പോഴും പറയും എനിക്ക് ഇഷ്ടം മതി, വെള്ളപ്പോ ഇഷ്ടം അങ്ങനെയൊക്കെ പറയാൻ.
ചോക്ലേറ്റ് സമാധാനായി എന്റെ ഫേവറേറ്റ് തന്നെയാണോ എഴുതിയത് ഗൈസ് എനിക്ക് തോന്നുന്നു അമ്മന്റെ പക്ഷെ ഞാനത് പറഞ്ഞില്ല, 2 എഴുതായിരുന്നു. എന്തായാലും പോട്ടെ. അമ്മന്റെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാലും ഞങ്ങളുടെ ചോക്ലേറ്റ്സ് ഇവിടെ തന്നെ ഉണ്ടാവും തോന്നുന്നു. ഞങ്ങൾക്ക് അത്രയും മലപ്പുറത്താണ് അമ്മ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇനി നമുക്കുള്ളത് 5ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടാണ്. അപ്പൊ അമ്മ ചോദിക്കട്ടെ നമുക്ക്. ചേച്ചി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന വീഡിയോ ടൈപ്പ്. നമ്മൾ ഷോർട്സ് ഒരുപാട് ചെയ്യാറില്ലേ? ഈ ഷോർട്സിനകത്ത് ചേച്ചി ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന എല്ലാ ആൻസറും ഇങ്ങനെ അല്ല 2 എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ, വീഡിയോ ടൈപ്പ് കേട്ടോ, ഏത് വീഡിയോ എന്നല്ല, നമ്മൾ ഷോർട്സ് പ്രത്യേകിച്ച്. എക്സാമിന് ഇത്രേ ജാഗ്രത കാണൂലല്ലോ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള 2 തീമാണ്. കോമഡി ആൻഡ് സാഡ്നസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ വേണ്ടി. ആരും കഴിച്ചില്ല നോക്കരുത് ഗൈസ്, അത്രയ്ക്കും ബോറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 5 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇതിപ്പോൾ എനിക്ക് മിഠായി കിട്ടുന്ന സാഹചര്യങ്ങളൊന്നും കാണാനില്ല. 6th ക്വസ്റ്റ്യൻ. വീഡിയോ അതടുത്തത് അനിയത്തിയുടെ സ്വഭാവം അല്ലെങ്കിൽ മീൻസ് അനിയത്തിയെ സംബന്ധിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഒരു വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത് മുതൽ അത് അപ്ലോഡ് ചെയ്യുന്ന വരെയുള്ള കാര്യങ്ങളിൽ അനിയത്തിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും അറിയാവുന്നതുമായ കാര്യം. അത് ചിലപ്പോൾ നമുക്ക് അറിഞ്ഞോളന്നില്ല, അതാണ്. അതായത് നമ്മളെക്കാളൊക്കെ ചെയ്യാൻ അറിയുന്നതോ അല്ലെ അഭിനയിക്കാൻ അറിയുന്ന എന്താണോ ആ ഒരു പാർട്ട്. ഓക്കെ, ഫേവറേറ്റ് സംഭവമായിട്ട് എഡിറ്റിങ്ങിനെ തൊടാൻ ശ്രമിക്കില്ല. വേറെ കാര്യം എനിക്ക് അറിയത്തില്ല. തട്ടിമുട്ടിയൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ എനിക്കറിയാം.